കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തില്ലേ? അത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. നമ്മുടെ എന്തെങ്കിലും മേന്മ കൊണ്ടല്ല, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. കർത്താവിൻ്റെ സാന്നിധ്യം, ജീവിക്കുന്ന സാന്നിധ്യം ഇതാ നമ്മുടെ മുമ്പിൽ ദിവ്യകാരുണ്യമായി എഴുന്നള്ളിയിരിക്കുന്ന നിമിഷങ്ങൾ. ആ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. വചനം നമ്മളെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാന ചിന്തയാണ് നമ്മുടെ കൂടെയുള്ള ഒരു ദൈവം ഉണ്ടെന്നുള്ളത്. നമ്മുടെ കൂടെ ഇറങ്ങി വസിച്ചൊരു ദൈവം ഉണ്ടെന്ന്. ഇതാ ദൈവം നമ്മോട് കൂടെ. മക്കളെ, ഇതാ ദൈവം നമ്മോട് കൂടെ. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞൊരു കാര്യം. കർത്താവേ, 71-ാമത്തെ സങ്കീർത്തനം 1 മുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തകൻ പറഞ്ഞു, കർത്താവേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിക്കാൻ ഇടവരുതരുത്, ഒരു നാളും ലജ്ജിക്കാൻ ഇടവരുതരുത് എന്ന് വചനം പറയുന്നത്. സങ്കീർത്തനം 71:1 മുതലുള്ള വചനങ്ങൾ. കർത്താവേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഹൃദയം കൊണ്ട് മക്കളെ പറയാവോ? ഇതാ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവേ, ഞാൻ ഒരു നാളും ലജ്ജിക്കാൻ ഇടയാക്കരുതേ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും ലജ്ജിക്കേണ്ടി വരില്ല. കർത്താവ് നിന്നെ നോക്കിക്കൊള്ളും. അതാണ് വചനം പറയുന്നത്, അതാണ് വചനത്തിൻ്റെ സന്ദേശം. അതുകൊണ്ട് ഇതാ കർത്താവ് നിന്റെ കൺമുമ്പിലുണ്ട്. നിന്നൊരിക്കലും ലജ്ജിക്കാൻ ഇടവരുത്താത്ത ദൈവം ഈ അൾത്താരയിലുണ്ട്. നീ വീണു പോകാൻ ആഗ്രഹിക്കാത്ത ദൈവം ഈ അൾത്താരയിലുണ്ട്. നീ സങ്കടപ്പെടാൻ ആഗ്രഹിക്കാത്തൊരു ദൈവം ഈ അൾത്താരയിലുണ്ട്. നീ നിരാശപ്പെടാൻ, ആകുലപ്പെടാൻ ആഗ്രഹിക്കാത്തൊരു ദൈവം ഈ അൾത്താരയിലുണ്ട്. നീ പാപത്തിൽ വീഴാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഈ അൾത്താരയിലുണ്ട്. ആ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് ഒരുമിച്ച് ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ മാറോട് ചേർത്ത് പിടിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹ വലയത്തിൽ മോനെ നിന്നെ സമർപ്പിച്ച് നിമിഷം പ്രാർത്ഥിക്കാം. കാരണം കർത്താവിൻ്റെ സ്നേഹം നിന്നെ വലയം ചെയ്യുന്ന സമയമാണത്. ഈ ചെയ്യേണ്ട ഒറ്റ കാര്യം, ആ സ്നേഹ വലയത്തിൽ നിന്നെ അങ്ങോട്ട് സമർപ്പിക്കുക, ചേർത്ത് വയ്ക്കുക. കർത്താവേ, നിന്റെ സ്നേഹ വലയത്തിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കള്, കർത്താവേ, അവരെല്ലാവരെയും ആത്മനാ ചേർത്ത് നിർത്തുന്നു. അവരുടേതായ വേദനകളെ, സങ്കടങ്ങളെ, ലൈവ് ചാറ്റിലൂടെ സമർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിയോഗങ്ങളെ, രോഗാവസ്ഥകളുടെ നടുവിൽ വേദനിക്കുന്നവർ, ക്യാൻസറുകൾ, ട്യൂമറുകൾ പോലെ അസ്വസ്ഥരായിരിക്കുന്നവർ, കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന, റേഡിയേഷന് വിധേയരായിക്കൊണ്ടിരിക്കുന്നവർ, ചികിത്സിക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്തവർ, കടബാധിതരുടെ നടുവിൽ കഴിയുന്നവർ, ലോൺ എടുത്തിട്ട് അടച്ചു വീട്ടാൻ പറ്റാത്ത അവസ്ഥയിൽ ഭാരപ്പെട്ട് കഴിയുന്നവർ, കുടുംബ ബന്ധങ്ങൾ തകർന്ന അവസ്ഥയിലായിരിക്കുന്നവർ, ദാമ്പത്യ ബന്ധങ്ങൾ ഡൈവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന അവസ്ഥകൾ, മക്കൾ പറഞ്ഞ് അനുസരിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന, അതിൻ്റെ ഭാരം പേറുന്ന മാതാപിതാക്കൾ, ലഹരിക്കും കഞ്ചാവിനൊക്കെ അടിമപ്പെട്ട് കഴിയുന്ന മക്കളെ ഓർത്ത് വേദനിക്കുന്നവർ, എല്ലാ കാര്യങ്ങൾക്കും മറുതലിപ്പും അനുസരണക്കേടും കാണിക്കുന്ന മക്കൾ, ജീവിത പങ്കാളിയുടെ അവിശ്വസ്തതയോർത്ത് സങ്കടപ്പെടുന്നവർ, ജോലിയില്ലാത്തതിൻ്റെ ഭാരം പേറുന്നവർ, കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ നൊമ്പരമുള്ളവർ, വിവാഹം നടക്കാത്തതിൻ്റെ നിരാശയിൽ കഴിയുന്നവരൊക്കെയുണ്ട്. ഈശോയെ, എല്ലാവരുടെയും വേദനകളെ നിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. ഈ നിമിഷം കർത്താവിൻ്റെ വലിയ കരുണ, ഈ ദിവ്യകാരുണ്യം നിങ്ങളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യമാണ് നിങ്ങളുടെ മേൽ ഉയരുന്നത്. അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.